അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. നമ്മളത് കേട്ടിട്ടുണ്ട്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. രണ്ടാമത് മറ്റൊന്നുകൂടെ കാണുന്നുണ്ട്. ഭൃത്യന്മാരുടെ നേരെ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ഭൃത്യനെ അടിക്കാനും ഭൃത്യനെ വഴി നടത്താനും ഇറങ്ങി വരുന്ന ഒരു ദൈവം. ശരി, മോശ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണിലുണ്ണിയായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സിനിണങ്ങിയവൻ ആയിരുന്നു മോശ. ദൈവം പറഞ്ഞു എൻ്റെ മനസ്സിനിണങ്ങിയവൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ മനസ്സിനെ ദൈവം ഇഷ്ടപ്പെടുന്നതിനെ ചെയ്തു കൊടുക്കാൻ അതുപോലെ ഫ്രണ്ടിൽ നിന്ന വ്യക്തിത്വം ഉണ്ടായിരുന്നു മോശയ്ക്ക്. നമുക്കെന്തായാലും അത്ര ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മൾ കുറേയൊക്കെ നമ്മളുടെ ലൈഫിൽ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? നമ്മൾ അത്രയൊന്നും ചെയ്യത്തില്ല. നമ്മൾ തീരുമാനമെടുക്കും, നല്ല രീതിയിൽ തീരുമാനമെടുക്കും. ദൈവമേ, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കാനിരിക്കും, ഞാൻ മാക്സിമം പറ്റുന്നിടത്തോളം ക്ഷമിക്കാൻ ഞാൻ മനസ്സിലാക്കാം, മാക്സിമം വഴക്കൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. നമ്മളിങ്ങനെ തീരുമാനമെടുക്കും, ശ്രമിക്കും. പക്ഷേ നമുക്ക് എത്രത്തോളം ഇത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും? നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ നിൽക്കേണ്ട ഒരു റൂട്ടിനെയാണ് ഇനി പറയാൻ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. കരമുയർത്തി ശക്തിയോടെ നമ്മുടെ ഭവനങ്ങളിൽ ചുറ്റും ദൈവത്തിൻ്റെ കോട്ട ഇറങ്ങണം, നമ്മുടെ വീടിന് ദൈവത്തിൻ്റെ കോട്ട ഇറങ്ങണം, ദൈവത്തിൻ്റെ സംരക്ഷണം ഇറങ്ങണം. വിശ്വാസത്തോടെ ശ്വാസിച്ച് യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഫസ്റ്റ് വേണ്ടത് ദീർഘക്ഷമയാണ്. ദീർഘക്ഷമ. വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. ദീർഘക്ഷമയില്ലെങ്കിൽ ഇതൊന്നും കറക്റ്റല്ല. ക്ഷമ എന്നൊരു സംഭവം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ക്ഷമിക്കാൻ സാധിക്കും. പക്ഷെ ദീർഘക്ഷമ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഒരു ദൈവഭൃത്യനെ സംബന്ധിച്ചിടത്തോളവും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ അനുഗ്രഹത്തിന് തടസ്സം അത് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കും. ഒരു വലിയ അനുഗ്രഹം കിട്ടേണ്ടതാ, വരത്തില്ല. ഇനി ദീർഘക്ഷമ ഒരാൾക്കുണ്ടാകണമെങ്കിൽ ആ വ്യക്തി കർത്താവായ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കണം. അല്ലാതെ ഒരു മനുഷ്യനെ ഇവിടെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് മാത്രമാണ് ക്ലബ്ബ്, ആ മനുഷ്യനോട് മാത്രമാണ് ഒരു താല്പര്യം, ആ മനുഷ്യനോട് മാത്രമാണ് സ്നേഹം. അതിനപ്പുറത്തൊരു ദൈവത്തോട് ഒരു താല്പര്യവുമില്ല, ദൈവത്തോട് ഒരു കാര്യവുമില്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ദീർഘക്ഷമയും ഇറങ്ങത്തില്ല, ഒരു വിശ്വാസം ഇറങ്ങത്തില്ല. ഈ വ്യക്തി എന്തു ചെയ്യും? പുള്ളി ബ്രദേഴ്സ് ഉണ്ട്, അവർ വന്നാൽ നടക്കും. ഉറപ്പായിട്ടും ബ്രദേഴ്സ് വന്നാൽ നടക്കത്തില്ല, അല്ലെങ്കിൽ ദൈവദാസന്മാർ വന്നാൽ നടക്കത്തില്ല. കാരണം നീ ഇത്രയും നാളായിട്ടും ഇത്രയും അവസരങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിൽ എത്തപ്പെടാതെ മനുഷ്യരിൽ മാത്രമേ എത്തപ്പെടുന്നുള്ളൂ. മനുഷ്യൻ്റെ ശുശ്രൂഷ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, ദൈവപ്രവൃത്തി നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചു, ഒരു മരണം മാറി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവദാസൻ വന്നു, ഡെലിവറൻസ് ചെയ്തു, വീട് വിടുതൽ പ്രാപിച്ചു. പക്ഷെ അത് ആ മനുഷ്യൻ വന്നത് കൊണ്ടല്ലെന്ന്, ദൈവം അവിടെ അത്ഭുതം ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അദൃശ്യമായ ഒരു അത്ഭുതമുണ്ട്, ദൈവം നടത്തിത്തന്ന ഒരു അത്ഭുതമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാതെ, ദൈവത്തിൻ്റെ കൂടെ നടക്കാതെ കേവലം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മാത്രം ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും? കേവലം ഒരു മനുഷ്യനെ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും? അവിടെയാണ് ദീർഘക്ഷമ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമ തടസ്സമായി നിൽക്കുന്ന, ദീർഘക്ഷമയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കെട്ടുകൾ അഴിയപ്പെടണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഉൾഹൃദയത്തിൽ നിന്ന് യേശുവിനെ കണ്ടിട്ട് പ്രാർത്ഥിച്ച്, ഉൾഹൃദയത്തിൽ നിന്ന് പ്രസംഗിക്കപ്പെട്ടതുവഴി, അത്ഭുതങ്ങൾ കണ്ടതുവഴി നീ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് അത് നിന്റെ ശരീരത്തിലേക്ക് ജീവനായി ഇറങ്ങി വരട്ടെ, നിന്റെ ശരീരത്തിൽ ജീവനായി വ്യാപരിക്കട്ടെ. ആ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ. മോശയെ എപ്പോഴെങ്കിലും ദൈവം അടിച്ചിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ സിസ്റ്ററെ? ഉണ്ട്. എപ്പോഴാ? അത് തന്നെ. ഏകദേശം മോശയുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഘട്ടം നിങ്ങൾ നോക്കണം. മോശയുടെ ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഘട്ടം എത്താറായപ്പോൾ ആ മനുഷ്യൻ്റെ ലൈഫിൽ വന്ന ഒരു കെണി, അത് വല്ലാത്തൊരു കെണിയാണ്. അതായത് ദൈവം വന്ന് ശിക്ഷിക്കാൻ തക്കവണ്ണം ഒരു ദൈവദാസനെ
ദൈവം കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ ദൈവദാസൻ അപ്പോൾ നിൽക്കുന്നത് ദൈവത്തിലുള്ള അനുഗ്രഹത്തിനേക്കാൾ ഉപരി ശിക്ഷ വാങ്ങാൻ കണക്കിനാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. മെരീബ ജലാശയത്തിങ്കൽ വച്ച് ദൈവവുമായി ഒരു മൽപ്പിടുത്തം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള ഭാഗങ്ങളാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹറോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുക, ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന ഇതിത്രയും ദൈവം പറഞ്ഞു. അതായത് ഏകദേശം ഇതുങ്ങൾ ഒരു സീൻ മരുഭൂമി, അതിൻ്റെ മുകളിൽ കാണാം, മരുഭൂമിയുടെ ഭാഗത്ത് ഇതുങ്ങൾ വന്ന് നിൽക്കുവാണ്. സീൻ മരുഭൂമിയിൽ വന്ന് നിൽക്കുക. മരുഭൂമിയിൽ ഇത്രയും ജനങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അതിനകത്ത് മൃഗങ്ങളുണ്ട്, കന്നുകാലികളുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ വന്ന് പറയുക, നിങ്ങൾ കാറിലാണോ വന്നേ? എങ്ങനെ വന്നേ? കാറിലോ ബൈക്ക് കാറിലോ വന്നു. കുഞ്ഞുങ്ങൾ പറയുക, അമ്മയെ വിശക്കുന്നു. കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു, 100 രൂപ തീരുന്നത് വരെ വാങ്ങിക്കൊടുത്തു. ഇനി കയ്യിൽ കാശില്ല, വരാൻ കാശില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. കുഞ്ഞുങ്ങൾ കരയുക. ഞാനാണ് വിളിച്ചുകൊണ്ട് പോകുന്നിരിക്കട്ടെ, എന്നോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? പറഞ്ഞോ. നിങ്ങളുടെ ആടുമാടുകൾ, വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ, ഇവരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കിടന്ന് ബഹളം വയ്ക്കുന്നു, ഗർഭിണികളുണ്ട്, ബഹളം വയ്ക്കുന്നു. നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ലീഡറിനോട് നിങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? പറഞ്ഞേ. നിനക്ക് വാഗ്ദത്ത ദേശം, കാനാൻ നാട്, തേനും പാലും ഒഴുകുന്നത് തരാമെന്ന് പറഞ്ഞിട്ട് ഈ മരുഭൂമി കൊണ്ട് ഇട്ടയ്ക്കുവാണോ എന്ന് വീട്ടിനകത്ത് പിറുപിറുപ്പുണ്ടാകുമോ? കൂടാരത്തിനകത്ത് പിറുപിറുപ്പുണ്ടാകുമോ? ഫസ്റ്റ് ഈ അമ്മയോടല്ലേ മക്കൾ വന്ന് വിശപ്പ് ചോദിക്കുന്നത്. അമ്മ കുഞ്ഞുങ്ങളോട് എന്ത് പറയും? നിക്ക്, വെയിറ്റ് ചെയ്യ്, കെട്ടിയോൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും എന്തിനാ പിറുപിറുപ്പുണ്ടാകുമോ? അപ്പോൾ കെട്ടിയോൻ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വേദന. ഈ കെട്ടിയോന്മാരെല്ലാം കൂടെ സഭാ ലീഡറിൻ്റെ അടുക്കൽ പോകുന്ന രംഗം ഓർത്ത് നോക്കി. 20 ലക്ഷം ആണുങ്ങൾ, 6 ലക്ഷം യോദ്ധാക്കൾ ഒരു സൈഡിൽ, മോശയും അഹ്റോനും വേറൊരു സൈഡിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ 26 ലക്ഷത്തോളം ആൾക്കാരെ ഒന്ന് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ക്ഷമയാണോ വേണ്ടത്, ദീർഘക്ഷമയാണോ വേണ്ടത്? ദീർഘക്ഷമ വേണം. കുടുംബനാഥന് സ്വന്തം കുടുംബത്തിലുള്ള ഭാര്യയെയും മക്കളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ക്ഷമ പോലുമില്ല. ഉണ്ടോ? 26 ലക്ഷം പേരെ ഒരു മനുഷ്യൻ, ഒരു മോശ നിന്ന് ദീർഘക്ഷമയോടുകൂടി കാണുന്നെങ്കിൽ സ്വന്തം വീട്ടിലുള്ള 5-6 പേരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ ചിരിക്കേ. ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടു, ഇല്ലെങ്കിൽ കണ്ടില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആറ്റിറ്റ്യൂഡും കൂടെ നോക്കിയേ. യൂതനെ സംബന്ധിച്ച് കിട്ടിയില്ലെങ്കിൽ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അവന്മാർ അതാണ് ഫസ്റ്റ്. നമ്മൾ അപ്പന് പറയുന്നതിന് പകരം മുഖത്ത് കാർക്കിച്ച് തുപ്പും. ഇത്രയും പേരുടെ ആട്ടും തുപ്പും എത്ര നാളായിട്ട് മോശ കൊള്ളാൻ തുടങ്ങി? 40 വർഷമായിട്ട് കൊള്ളാൻ തുടങ്ങിയതാണ്. 80-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് ഏകദേശം 120-ാമത്തെ വയസ്സെത്തുന്ന ടൈം വരെയും ഇതായിരുന്നു ആ മനുഷ്യൻ്റെ അവസ്ഥ. ശരിയല്ലേ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ളല്ലേ? ഹലോ, എന്നെ ശ്രദ്ധിക്കുക. 1-2 ദിവസമാണോ? അപ്പോൾ ഇത്രയും നാൾ ഈ മനുഷ്യൻ ജനത്തിൻ്റെ, ഔട്ട്സൈഡിലുള്ള ജനത്തിൻ്റെ ആട്ടും തുപ്പും കൊണ്ട് ദൈവത്തിനെ കളയാതെ ദൈവത്തിൻ്റെ സ്റ്റാഫായി നിൽക്കുമ്പോൾ അവസാന സമയമെത്തി മെരീബ ദേശത്ത് വച്ച് ജനങ്ങൾ ഇപ്രകാരം കിടന്ന് നിലവിളിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങളുടെ കുടുംബത്തിന് വെള്ളമില്ല, ഞങ്ങളുടെ ആടുമാടുകൾക്ക് വെള്ളമില്ല. സാധാ ജനത്തിൻ്റെ ആവശ്യമാണ്. അവർ കിടന്ന് നിലവിളിക്കുന്നു. ഈ നിലവിളിയെല്ലാം കൂടെ മോശയുടെ അടുക്കലെത്തി. മോശ പോയി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതെന്തു ജനങ്ങൾ? അപ്പോൾ ദൈവം സംസാരിക്കുന്ന ഭാഗം എങ്ങനെയാണെന്ന് നോക്കുക. ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് നോക്കുക. എന്നെ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശ്രദ്ധിക്കേ. കർത്താവ് മോശയോട് പറയുന്നു, നിന്റെ വടി കയ്യിലെടുക്കുക. നിനക്ക് ദൈവം ഒരു വടി നൽകുന്നുണ്ട്, ആ വടി എടുത്തോ. നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. നിന്റെ ഫ്രണ്ടിൽ ഒരു പാറയുണ്ട്, ആ പാറയോട് നീ ആജ്ഞാപിക്കുക. ഇനി പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു.
മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ. ഇത് ദൈവത്തിന്റെ വാക്കാണോ മോശയുടെ വാക്കാണോ? മോശ. ദൈവം എന്താ പറഞ്ഞത്? വടിയെടുത്ത് പാറയോട് നീ കൽപ്പിക്കുക, അല്ലെങ്കിൽ പാറയെ അടിക്കുക. പക്ഷേ മോശ ജനത്തെ വിളിച്ചു കൂട്ടിയതിനു ശേഷം പറയുന്ന വാക്കെന്താണ്? മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ. ധിക്കാരികളെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ലീഡർ വിളിച്ചത് എന്താണ്? ധിക്കാരികൾ, ധിക്കാരത്തോടെ ജീവിക്കുന്നവർ. മോശയുടെ കണ്ണിൽ നോക്കുമ്പോൾ ധിക്കാരമാണ് പ്രവർത്തിച്ചത്, മാത്സര്യമാണ് പ്രവർത്തിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ദൈവത്തിന് ഈ മനുഷ്യർക്കുള്ള അവകാശമാണ് അവർ കിടന്ന് നിലവിളിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയമെത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴും വിവേകമില്ലാതെ അതിൽ പോയി വീഴുകയാണെങ്കിൽ വൻ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ വീണു പോകാനിടയുണ്ടാകും. വൻ അനുഗ്രഹം എന്ന് പറഞ്ഞത് സമ്പത്ത് കൊണ്ട് കുമിയുന്നത് അല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ചില അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അതിൽ നിന്ന് നമ്മൾ അവകാശമില്ലാതെ പോകേണ്ടി വരും. ഇത് ഈ ഒരു സംഭവത്തിൽ നമുക്ക് ധ്യാനിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് ഇവിടെ നോക്കേണ്ടത്. ജനങ്ങളോട്, ദൈവത്തിൻ്റെ ജനങ്ങളോട്, ധിക്കാരികളെ, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണമോ? ഇതാണ് ചോദ്യം, അല്ലേ? ചോദ്യം എന്താ? നോക്കി, എല്ലാവരും വായിച്ചേ, ബൈബിളുള്ളവരെല്ലാം നോക്കിയേ. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു, മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. ദൈവത്തിൻ്റെ ഇവിടെ മോശയ്ക്ക് സംഭവിച്ചത് 2 തെറ്റാണ്. ഒന്ന്, ദൈവജനത്തിനെതിരെ ജനങ്ങൾ ദൈവത്തിനെതിരെ മത്സരിച്ചപ്പോൾ മോശ 2 തരത്തിൽ മത്സരിച്ചു. ഒന്ന്, ജനത്തിനെതിരെ മത്സരിച്ചു. 2, ദൈവത്തിനെതിരെയും മത്സരിച്ചു. ദൈവത്തിനെതിരെ മത്സരിച്ചു. ദൈവം പറഞ്ഞത് നീ പാറയോട് കൽപ്പിക്ക്. പക്ഷെ മോശ പോയി അടിച്ചു. ദൈവത്തിൻ്റെ വാക്കിനെ നിസ്സാരമായി. ദൈവത്തെ എനിക്കറിയാം, 40 വർഷമായിട്ട് ഞാൻ കാണുന്നതല്ലേ, എന്നെ വന്ന് കണ്ടതല്ലേ, എന്നെ വന്ന് മനസ്സിലാക്കിയതല്ലേ, അതുകൊണ്ട് ദൈവത്തെ എനിക്കറിയാം. അതുകൊണ്ട് കൂടാതെ ഞാൻ തന്നെ ദൈവമാണ് എന്ന് അഹ്റോനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നീ അഹ്റോൻ്റെ മുമ്പിൽ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാം, 40 വർഷമായിട്ട് എനിക്കറിയാം. ഈ മൈൻഡിനെ പൊളിഞ്ഞുപോയി. ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ പോയി വീഴുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ മോശ വന്നിട്ട് ധിക്കാരികളെ എന്ന് വിശുദ്ധ ജനത്തെ വിളിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന തരത്തിൽ, അതാണ് ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ് പുള്ളി ചെയ്തത്. അദ്ദേഹം ധിക്കാരി എന്ന് വിളിക്കുകയും ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? താഴോട്ട് വായിക്കുമ്പോൾ മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു, ധാരാളം ജലം പ്രവഹിച്ചു, മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്ന തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബയിലെ ജലം. കണ്ടോ? അവകാശ ഭൂമി ചവിട്ടാൻ അനുവാദം കൊടുത്തില്ല. അഹ്റോനോട് പറഞ്ഞു നീ ചവിട്ടത്തില്ല, മോശയോട് പറഞ്ഞു നീയും ചവിട്ടത്തില്ല. ഇത് ചവിട്ടിക്കാൻ വേണ്ടി എന്തുമാത്രം ഫ്രണ്ടിൽ നിന്ന് ത്യാഗം സഹിച്ചവരായിരുന്നു ഇവർ 2 പേരും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ധിക്കാരപൂർവ്വമുള്ള ജീവിതം നയിച്ചത് നിമിത്തം, വിശ്വസിക്കാത്തത് നിമിത്തം, ദൈവത്തിൻ്റെ വാക്കിന് വാല്യൂ കൊടുക്കാത്തത് നിമിത്തം എന്ത് സംഭവിക്കുവാണ്? പറഞ്ഞേ, അവകാശ ഭൂമി ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളൊന്നും ആ ദേശത്ത് എത്തിക്കത്തില്ല. ഇത് ഈ ഒരു ദൈവത്തെ നമ്മളൊന്ന് കാണണം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ആൾ പോസ്റ്റ് ഇട്ടേക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തെ പേടിപ്പിച്ച് സുവിശേഷം പറയുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊന്നും കറക്റ്റ് അല്ല. എന്നാൽ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് സക്കൈവൂസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു യേശുവാണ്. അതാണ് യഥാർത്ഥ സുവിശേഷകം. സക്കൈവൂസേ വാ, ഇറങ്ങി വാ, വാ, എനിക്ക് നിൻ്റെ വീട്ടിൽ പോകണം, വാടാ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ? മനസ്സിലായില്ലല്ലേ? ഇന്നും ഈ പറഞ്ഞ, അതായത് അത് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനാണ്. കത്തോലിക്കരുടെ യേശു ക്രിസ്തു
ഇന്നും സക്കേവൂസിൻ്റെ സിക്കമൂർ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സക്കേവൂസേ വാ, വർഗീസേ വാ, തോമസേ വാ, വാടാ ഇറങ്ങി വാ, ഔസേപ്പേ വാ, പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഔസേപ്പേട്ടാ വാ, അതിരുമാന്തി പാവങ്ങളെ കൊള്ളയടിക്കുന്ന വർഗീസേ ഇറങ്ങി വാ, വാ, ഞാൻ നിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങാൻ പോവാ, കള്ളൻ്റെ വീട്ടിൽ കർത്താവ് അന്തി ഉറങ്ങാൻ പോവാന്ന്. ഇന്നും അവിടെ നിൽക്കുന്നത്. ഇത് നമുക്ക് യേശുക്രിസ്തു കാണിച്ചു തന്നു, ജീവിക്കേണ്ട രീതി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു വരവുണ്ട്. സക്കേവൂസിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങിയല്ല, വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ തേടി വരുന്നതാണ്. അതായത് എത്ര കൊടിയ പാപത്തിലാണ് നീ ജീവിച്ചതെങ്കിലും, എത്ര മാത്രം നീ അധപ്പതനത്തിലും എത്ര ഉന്നതിയിലാണ് ജീവിച്ചതെങ്കിലും, യേശു ഇല്ലെങ്കിൽ നിനക്കൊന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. സക്കേവൂസിനെ പോലെ ദുഷ്ടനായ ഒരുവനെ, അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീകളെപ്പോലെ ഭയങ്കരമായ തിന്മയിൽ ജീവിച്ചവരെയും തൻ്റെ സ്നേഹത്താൽ നിറച്ച് ശുദ്ധിയിൽ ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കും. അവന് ശുദ്ധനായി ജീവിക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് സക്കേവൂസിൻ്റെയും പാപിനിയുടെയൊക്കെ ജീവിതം ബൈബിളിൽ നമ്മൾ കാണുന്നത്. എത്ര പലിശ കൊടുത്ത് ജീവിച്ചവനാണെങ്കിലും അവന് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമെന്നതിൻ്റെ തെളിവാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ബൈബിളിൽ നോക്കണം, മോശയ്ക്കെതിരെ ദൈവം നിന്നോ എന്ന് നോക്കണം. നിന്നോ? ആദ്യം നിന്നു. അപ്പോൾ സിപ്പോറ വന്ന് കൽക്കത്തി എടുത്ത് ഒരു മോൻ്റെ അഗ്രചർമ്മം മുറിച്ച് ഇട്ടുകൊടുത്തു. ദൈവം വിട്ടുപോയി. അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, എല്ലാം ചെയ്ത് അന്ത്യസമയമെത്തിയപ്പോൾ ദൈവത്തിനെതിരെ ധിക്കാരപൂർവമായ ഒരു ജീവിതശൈലി എങ്ങനെ രൂപപ്പെട്ടു? ദൈവസ്നേഹം താന്നുപോയോ? ദൈവഭയം മാറിപ്പോയോ? ഇതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അടയാളം കിട്ടി, ഒരു ആശുപത്രിയിൽ നിന്ന് നിൻ്റെ കുടുംബം ഫുള്ള് രക്ഷപ്പെട്ടു. അന്ന് തീരുമാനമെടുത്തു, ഇന്ന് മുതൽ പ്രാർത്ഥനയും ഉപവാസവും ഉണ്ടാകും. പക്ഷേ ഇന്ന് ഏകദേശം 10 വർഷമായി നീ ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നത് ഒരു കടമയെ പ്രതിയാണോ, ദൈവത്തോടുള്ള സമർപ്പണത്തെയും സ്നേഹത്തെയും പ്രതിയാണോ? ഇത് രണ്ടും നോക്കണം. ഹലോ, മോശ നിന്നേ, മോശ ചെയ്തു, പക്ഷെ ദൈവത്തിൻ്റെ വാക്കിനെ പ്രതി അല്ലായിരുന്നു മോശ ചെയ്തത്. മോശയുടെ ഇഷ്ടമാണ്, നീ കൽപ്പിക്ക്, വെള്ളം പുറപ്പെടുവിക്കും. പക്ഷെ മോശ തല്ലി, തൻ്റെ ജനങ്ങളോട് മത്സരികളെ എന്ന് വിളിച്ചു, താൻ തന്നെ അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന തരത്തിലുള്ള തിന്മകൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്നെങ്കിൽ നാളെ ദൈവം നമ്മുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും? നാളെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ ദൈവം നമ്മളോട് ഏത് കണക്കിലായിരിക്കും പെരുമാറുന്നത്? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്ക്. വെളിപ്പെടുത്തി തരണമേ ദൈവമേ, എൻ്റെ അധരങ്ങളെ അങ്ങ് സുവിശേഷത്താൽ നിറയ്ക്കണം, അവിടുത്തെ വിശുദ്ധിയാൽ നിറയ്ക്കണം, ഹൃദയത്തെ സുവിശേഷത്താൽ നിറയ്ക്കണം. അങ്ങയെക്കുറിച്ചുള്ള സ്നേഹവും അങ്ങയെക്കുറിച്ചുള്ള ഭയവും എൻ്റെ അകത്ത് വളരണം. യേശുവേ നന്ദി. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ. അങ്ങനെ ദൈവത്തോട് അനുസരണക്കേട് കാട്ടുന്ന തരത്തിൽ മോശയ്ക്കുണ്ടായ ഹൈ പ്രഷർ എത്ര വലുതായിരുന്നു? മോശയ്ക്കുണ്ടായ ഹൈ പ്രഷർ ദൈവത്തോട് അനുസരണക്കേട് കാട്ടുന്ന തരത്തിൽ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം, ഉറപ്പാണ് ഉണ്ടാകാം. നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള പ്രഷർ നമ്മുടെ ലൈഫിൽ വന്നാൽ ഒരു പക്ഷേ നമ്മളും ഇത് ഇങ്ങനെ പറഞ്ഞു പോയേക്കാം, ചിന്തിച്ചേക്കാം. അപ്പോൾ ദീർഘക്ഷമ നമ്മൾ മറന്നു പോയേക്കാം. അതിന് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുക്കണം. കരങ്ങൾ ഉയർത്തി, കർത്താവേ എൻ്റെ വിഷയങ്ങളെ നീ ഏറ്റെടുക്കണമേ. നാഥാ, നിൻ്റെ മുമ്പിൽ എൻ്റെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. നാഥാ, എൻ്റെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. നാഥാ, എൻ്റെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങളായിരിക്കുന്ന വിഷയം എന്താണ്? നിന്നെ വഞ്ചിച്ച് നിന്റെ പണം നഷ്ടമാക്കി, നിന്റെ ബിസിനസ് സ്ഥാപനങ്ങളെ തകർത്ത്, നിന്റെ കുടുംബ ബന്ധങ്ങളെ തകർത്ത്, നിങ്ങളുടെ തലമുറകളെ തകർത്ത ഒരവസ്ഥ നിനക്കുണ്ടോ? അങ്ങനെയുള്ള കെട്ട് നാളെ നിന്റെ മേൽ വരാതിരിക്കാൻ, അതുവഴി ഒരു ദീർഘക്ഷമയിൽ നിന്ന് വീണുപോകാതിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധരങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അധരങ്ങൾ, നമ്മുടെ കർത്താവായ യേശു പറഞ്ഞിട്ടുള്ളത് മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോകത്തില്ല. അതുകൊണ്ട് വാക്കിൽ പിഴയ്ക്കാത്തവൻ ഭാഗ്യവാൻ, പാപത്തെ പ്രതി അവന് ദുഃഖിക്കേണ്ടി വരികയില്ല. ഇങ്ങനെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ മോശ വീണുപോകാൻ ഇടയായത് അധരങ്ങളിൽ അവിവേകം പറഞ്ഞുപോയി. അധരങ്ങളിൽ അവിവേകം വന്നു, ദോഷം പ്രവർത്തിച്ചു. അക്കാരണത്താൽ മോശയുടെ മേൽ അനുഗ്രഹങ്ങൾ, നീ നിൻ്റെ കൂടെയുള്ളവൻ ഇനി എൻ്റെ ജനത്തെ ആ നാട്ടിലെത്തിക്കത്തില്ല, അവരുടെ അടുത്ത ഒരു ഗ്രൂപ്പിനെ ഞാൻ വളർത്തും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത്രയും ജനങ്ങൾ നോക്കൂ, ഇത്രയും ജനങ്ങൾ പല പ്രാവശ്യം കിടന്ന് ബഹളം വെച്ചു, പക്ഷേ അവർക്കെതിരെയൊന്നും ഒരു കെണിയും വന്നില്ല എന്ന് ചിന്തിക്കേണ്ട. ഞാൻ താഴോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഇവിടെ നോക്കേണ്ടത്, സങ്കീർത്തകൻ വ്യക്തമായി പറയുന്നുണ്ട്. 106-ാം സങ്കീർത്തനം 106, 32-33 വാക്യങ്ങൾ, 32-33 വാക്യങ്ങൾ. സങ്കീർത്തനം 106, 32-33 വാക്യങ്ങൾ. മെരീബ ജലാശയത്തിന് അടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. ജനങ്ങൾ മൂലം, ജനത്തിൽ നിന്നുണ്ടായ പ്രകോപനം മൂലം മോശയ്ക്കും ദോഷമായി. നീ കുടുംബമായി ജീവിക്കുവാണ്, നിനക്ക് ഉത്തരവാദിത്വം നീയും നിന്റെ കുടുംബവുമാണ് ഏറ്റവും ടോപ്പ്. എന്നാൽ വേറൊരു കുടുംബത്തിലെ കാര്യത്തെ പ്രതി നിന്റെ കുടുംബത്തിലൊരു കെണി കൊണ്ടിടാൻ നീ അനുവദിക്കരുത്, അത് ദോഷമായി മാറും. അതുകൊണ്ട് ഇവിടെ മോശയ്ക്ക് ദോഷമായത് എന്താണ്? മറ്റു ജനങ്ങൾ അവിവേകമായി പെരുമാറിയതും അവിവേകമായി ജീവിച്ച ജീവിത ശൈലിയും മോശയ്ക്ക് ദോഷകരമായി മാറി എന്ന് സങ്കീർത്തകൻ പറയുന്നു. വായിച്ചു നോക്കിയേ ഒന്നുകൂടെ. മെരീബ ജലാശയത്തിന് അടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ അവന് മനോവേദന ഉളവാക്കി. അവൻ വിവേകരഹിതമായി സംസാരിച്ചു. സംസാരം എങ്ങനെയാണ് സംസാരം വന്നത്? ഒരു പ്രാർത്ഥനാ ലീഡർ എന്നുള്ളത് മാറി, ദൈവഭൃത്യൻ എന്നുള്ളത് മാറി, ദൈവത്തെ കണ്ടവൻ എന്നുള്ള നില മാറി, ദൈവ ശബ്ദം കേട്ടവൻ എന്നുള്ള നില മാറി. വിവേകമില്ലാത്ത അവസ്ഥ വന്നു. നീ ഒരു കുടുംബനാഥനാണ്, നീ ഒരു കുടുംബനാഥയാണ്. വിവേകമില്ലാത്ത തരത്തിൽ പെരുമാറാൻ തക്കവണ്ണം ഒരു മെരീബ ജലാശയം നിന്റെ ജീവിതത്തിൽ എവിടെയോ ഉണ്ട്. ഏതോ ഒരു കൂട്ടായ്മ, ഏതോ ഒരു കുടുംബം, ഏതോ ഒരു സാഹചര്യം, ഏതോ ഒരു സ്ഥാപനം, ഏതോ ഒരു കൂട്ടം, ഒരു മെരീബ ജലാശയമാണ് നിന്റെ വിവേകം നശിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ വിവേകത്തോടുകൂടെ നിൽക്കാൻ ദൈവമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളെ തകർക്കുന്ന, ഞങ്ങളെ വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും അവിവേകമായി ഞങ്ങൾ തീരുമാനമെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ അവിടുന്ന് കൃപയുണ്ടാകണം. ഇത് ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ പ്രാർത്ഥനാ ശൈലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് സംഭവിച്ചു? 33-ാമത്തെ വാക്യം. അവർ അവന് മനോവേദന ഉളവാക്കി. അവൻ വിവേകരഹിതമായി സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ അധരങ്ങളെ മുദ്ര ചെയ്യാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നാവിനൊരു കാവൽക്കാരൻ വേണം. സ്തോത്രം, ഹല്ലേലൂയ. എന്താ കാരണം? ഒറ്റ കാരണമുണ്ട്. അന്ന് മോശയും അന്ന് ഇസ്രായേൽ ജനങ്ങളും അവരും അവരുടെ കുട്ടികളും അവരുടെ ആടുമാടുകളും എന്തൊക്കെയാണോ, എന്തിനു വേണ്ടിയാണോ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ആ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ശില, ആ ശില എന്നെയും നിന്നെയും അനുഗമിക്കുകയാണ്. അത് അവിടെ തന്നെ നിന്നില്ല, മെരീബാദേശത്ത് നിന്നില്ല, അവിടെ നിന്ന് അനുഗമിച്ച് എൻ്റെ വീട്ടിനകത്ത് വളരുക. നിൻ്റെ വീട്ടിനകത്ത് ആ ശില വളരുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? മെരീബാ ദേശത്ത് വെച്ച് അവരുടെ കുട്ടികൾ കുടിച്ചത്, ആടുമാടുകൾ കുടിച്ചത്, വാർദ്ധക്യത്തിലുള്ളവർ കുടിച്ചത്, എല്ലാ ജനങ്ങളും കുടിച്ച് തൃപ്തരാക്കപ്പെട്ട ഒരു ശില. ആ ശില 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നുണ്ട്. 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ. ഓക്കെ, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എല്ലാവരും പഴയ നിയമത്തിൽ ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അതിനകത്ത് ബെഞ്ചമിൻ ഗോത്രം മുതൽ ഏറ്റവും താഴത്തെ ഗോത്രം വരെ 12 ഗോത്രങ്ങളിലുള്ളവരും
ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഇനി എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. ആത്മീയ ഭക്ഷണം, മന്ന, എല്ലാവരും ഒരേ ഭക്ഷണം കഴിച്ചു. ഇനി തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. അവരെ മെരീബയിൽ മാത്രമായിരുന്നു ആ ശില ഉണ്ടായിരുന്നത്. വായിച്ചു നോക്കിയേ, തങ്ങളെ എല്ലാവരും വായിച്ചേ, ബൈബിൾ വായിച്ചേ, വാതുറന്ന് വായിച്ചേ. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. തങ്ങളെ അനുഗമിക്കുന്ന ഒരു ആത്മീയ ശില, ആ ശില അനുഗമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടേയിരിക്കും ആ ശില. ഒരു കുടുംബത്തെ ആ ശില നയിച്ചുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയെ ആ ശില നയിച്ചുകൊണ്ടേയിരിക്കും. ആ ശില ആരാണെന്നാണ് ബൈബിൾ പറയുന്നത്? ആ ശില ക്രിസ്തുവാണ്. ആമേൻ. അതാണ് നിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ആമേൻ. ആ ശിലയാണ് നിന്റെ വീട്ടിൽ നിന്നുള്ളത്. അത് നിനക്കൊരു തടങ്കൽ പാറയല്ല, നിനക്കും നിന്റെ തലമുറയ്ക്കും മാടുകൾക്ക് മതിയാവോളം കുടിക്കേണ്ട ഒരു ശിലയാണ് ക്രിസ്തു എന്ന ശില. ആ ക്രിസ്തു എന്ന ശില പഴയ നിയമത്തിൽ വെളിപ്പെട്ടപ്പോ അവിടെ അടിയായി, അവിടെ ബഹളമായി. പഴയ നിയമത്തിൽ ഈ ശില ഫ്രണ്ടിലുണ്ട്, ജനങ്ങൾ ശിലയെ കാണുന്നുള്ളൂ. പക്ഷെ ദൈവപിതാവ് അത് ക്രിസ്തുവാണ്, അതിൽ നിന്ന് വെള്ളമുണ്ട്, നിനക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്, നിന്റെ തലമുറയ്ക്കുള്ള വെള്ളമുണ്ട്. ജനം കാണുന്നത് പാറയാണ്, പക്ഷെ ദൈവം ക്രിസ്തുവിനെ അവിടെ നിർത്തി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? നീ നീട്ടുമ്പോൾ എപ്പോഴൊക്കെ നീ കരം നീട്ടുമോ അപ്പോഴൊക്കെ നിനക്ക് വേണ്ടിയത് ആ ക്രിസ്തുവാകുന്ന ശില നിന്റെ മേൽ ചൊരിഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോഴാണ് മത്സരികളെ, ബോധമില്ലാത്തവനെ, വിവരമില്ലാത്തവനെ, ബൈബിൾ എടുത്തവൻ കള്ളൻ, ബൈബിൾ കേൾക്കുന്നവൻ കള്ളൻ, ഇങ്ങനെയുള്ളതിൻ്റെ പുറകെ നമ്മുടെ മൈൻഡ് പോകുന്നത്. നിന്റെ വീട്ടിലൊരു ആത്മീയ ശില ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. ക്രിസ്തുവാകുന്ന നീ എപ്പോ കരം നീട്ടിയാലും നിനക്ക് മതിയാവോളം കുടിക്കാൻ വെള്ളം അയച്ചു തരുന്ന ആത്മീയ ശിലയാകുന്ന, നിനക്ക് മതിയാവോളം നിന്റെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുന്ന ഒരു ശില നിന്റെ വീട്ടിലുണ്ട്. മുന്നോട്ട് നീ നടക്കണമെങ്കിൽ ഈ ശില നടന്നേ പറ്റത്തുള്ളൂ. ക്രിസ്തുവാകുന്നു ആ ശില. ദൈവപിതാവ് ഒരുക്കിയതാണ്. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്നയോളം എന്നെ നടത്തിയതിന് നന്ദി പറയുന്നു. നിങ്ങൾ പറയും, ചിലർ പറയും, ഇല്ല ഞങ്ങൾക്ക് നല്ല ജോലി ഉള്ളത് കൊണ്ടാണ്, ഞങ്ങളുടെ വരുമാനം കുഴപ്പമില്ല. ചുമ്മാതല്ല, നിന്റെ ശില, ഒരു വീട്ടിൽ ഒരു ശില ഇരുന്നിട്ട് നിനക്ക് ജോലി നഷ്ടമാകാതെ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റു ചില കുടുംബങ്ങളിൽ നിന്റെ പണം നഷ്ടമാകാതെ രോഗശാന്തി ശില നൽകിക്കൊണ്ടിരിക്കുക. മറ്റു ചിലർക്ക് ആടുമാടുകളുടെ ഗർഭം നടക്കാൻ തക്കവണ്ണം ഈ ശില അത്ഭുതം നടത്തിക്കൊണ്ടിരിക്കുക. മറ്റു ചിലർക്ക് നിന്റെ മക്കൾ വിദ്യാഭ്യാസത്തിൽ ഉയരാൻ തക്കവണ്ണം അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൃപയും ദൈവം നൽകിക്കൊണ്ടിരിക്കുക. മറ്റു ചിലടത്ത് വിദേശ നാടുകളിൽ നിന്റെ പ്രിയപ്പെട്ടവർ ഒരു മരണത്തിൽ പോലും പെട്ടുപോകാതെ വണ്ണം ദൈവത്തിന്റെ ശില അവിടെ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. തങ്ങളെ അനുഗമിക്കുന്ന ഒരു ശില ഉണ്ട്. ഒരിടത്ത് നിൽക്കുവല്ല, നിന്റെ ജീവിതം ഏത് വഴിയിലൂടെ പോയാലും അനുഗമിക്കുന്ന ഒരു ശിലയുണ്ട്. അത് ക്രിസ്തുവത്രേ. ഹല്ലേലൂയ. ഞാനെന്തുള്ളൂ, ഞാനെന്തുള്ളൂ, ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ യേശു പരാ, ഞാനെന്തുള്ളൂ. എല്ലാ വായുകളും തുറന്ന് ദൈവത്തോട് സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചേ. ദൈവമേ, അവിടെ നിൻ്റെ ശിലയാണ്, അവിടെ നിൻ്റെ ശിലയാണ്. ഇതാ ദൈവഭക്തൻ പൗലോസ് പറഞ്ഞു, ഒരു ശില നിന്നെ അനുഗമിക്കുന്നുണ്ട്. ആ ശിലയിൽ നിന്ന് അനേകർ കുടിച്ചതാണ്. ഒരു ഉദാഹരണം വച്ച് പറയുകയല്ല, സത്യമായ കാര്യം പറയുക. പഴയ നിയമത്തിൽ എല്ലാ ഗോത്രപിതാക്കന്മാരും ഈ ശിലയിൽ നിന്ന് കുടിച്ചു. മെരീബ ജലാശയം എന്നാണ് പറയുന്നത്. ബൈബിളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിച്ചത് മെരീബ ജലാശയം. പക്ഷേ മെരീബ എന്ന് പറഞ്ഞത് സീൻ മരുഭൂമിയാണ്, ഒരു മരുഭൂമിയാണ്.
മരുഭൂമിയിൽ ജലാശയം തരാൻ പാറയാകുന്ന ക്രിസ്തുവിനെ കൊണ്ട് സാധിക്കും. സ്തോത്രം. നിന്റെ ലൈഫിൽ ഒരു വെളിച്ചവുമില്ല, ഒരു തണൽ പോലുമില്ല, ഒരു തുള്ളി വെള്ളം പോലുമില്ല. ക്രിസ്തു ഉണ്ടെങ്കിൽ ജലാശയം പോലെ അനുഗ്രഹം കവിഞ്ഞൊഴുകും. ദൈവമുണ്ടെങ്കിൽ മരുഭൂമിയാകട്ടെ, ക്രിസ്തു ഇതാ. മോശ അധരങ്ങളിൽ ദോഷം വരാതെ നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എനിക്കോ നിൽക്കാൻ പറ്റിയില്ല. ഒരു മനുഷ്യനെങ്കിലും അങ്ങനെ നിന്ന് കാണിച്ചു തന്നതിൻ്റെ ഒരു സാക്ഷ്യം നമ്മൾക്കുണ്ടാകുമായിരുന്നു. പക്ഷെ വീണുപോകാനിടയായിപ്പോയി. അത്രയും പ്രഷറായിരുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ കുടുംബനാഥന്മാരുടെ മേലും ഇതേ പ്രഷർ വരും, വീണുപോകാനിടയുണ്ടാകും. പക്ഷേ മെരീബ ജലാശയം വറ്റാതെ ആ ശില നിന്നെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. സ്തോത്രം. ഇത് തിരിച്ചറിയണം. ജലാശയം വറ്റിയില്ല, ജലം വറ്റിയില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് എന്ത്. ചിലർ തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞാൽ 60 വയസ്സെത്തിയ ഒരാളിവിടെ ഉണ്ടെങ്കിൽ അവരുടെ തിരിച്ചറിവുള്ള കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ വന്ന വഴികൾ ഓർത്ത് ചിലർ കരയും, ചിലരിരുന്ന് വേദനിക്കും, ചിലർ സന്തോഷിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ നോക്കിയോ? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളെ അനുഗമിക്കുന്ന ആത്മീയ ശിലയുണ്ട്. ഈ ആത്മീയ ശില ഞാൻ സ്റ്റാഫായി നിൽക്കുന്ന റൂമിലും ആത്മീയ ശിലയായി തന്നെ നിൽക്കണം. അവിടെ എനിക്ക് ഇപ്പോൾ തരുന്ന സാലറി എന്ന് പറഞ്ഞിട്ട് നോക്കരുത്. ദൈവം എനിക്ക് ആത്മീയ ശിലയാണ് എനിക്ക് അങ്ങനെ ഒരു സാലറി ഒരുക്കി തന്നത്. ആത്മീയ ശിലയാണ് എനിക്ക് അങ്ങനെ ഒരു വാഹനം ഒരുക്കി തന്നത്. ആത്മീയ ശിലയാണ് എന്നെ വിട്ട് അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരാത്മീയ ശിലയാണ് എൻ്റെ തലമുറയുടെ നാളെയെ വെള്ളം കൊടുക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കി വെച്ച സമ്പത്തല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല. ആത്മീയ ശില എൻ്റെ മക്കൾക്ക് വെള്ളം കൊടുക്കണം. ആത്മീയ ശില അവരെ ഗൈഡ് ചെയ്യണം. ഈ ഒരു കറക്റ്റ് വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വഴിയിൽ വീണു പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവസാന സമയം വരെയും നമ്മുടെ ലൈഫിൻ്റെ എൻഡ് വരെയും വിശ്വാസമായി തന്നെ നിൽക്കും. വിശ്വാസി നല്ല കറക്റ്റ് റൂട്ടിൽ തന്നെ നിൽക്കും. ഇതിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു ദൈവഭൃത്യനാവുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല കേട്ടോ. ഒന്ന് ബൈബിൾ എടുത്ത് ദൈവത്തെ സ്തുതിക്കുക, വചനം വച്ചൊന്ന് വായിക്കുക, അതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കി തമ്പുരാൻ്റെ മുമ്പിൽ ബൈബിളൊക്കെ ഒന്ന് ഉയർത്തുക, അതൊന്നും നിസ്സാരമല്ല. അതെല്ലാം ഗൗരവമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആ തരത്തിലൊന്ന് മനസ്സിൽ വയ്ക്കുക. ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു വചനം നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യാക്കോബ് 1:19-20 വാക്യങ്ങൾ. എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. നമുക്ക് ഒരു അഡ്വൈസ് തരികയാണ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും, കേൾക്കുന്നതിൽ ജാഗ്രത വേണം. ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നതിൽ ശ്രദ്ധ വേണം, അതിനകത്തൊരു ജാഗ്രത വേണം. ഇനി അപ്പോൾ ഏത് കാര്യമാണ്? പ്രത്യേകിച്ച് ദൈവകാര്യം കേൾക്കുന്നതിൽ, ഭൗതിക കാര്യം കേൾക്കുന്നതിൽ, ഏതൊരു കാര്യമാണെങ്കിലും നിനക്ക് കെണിയാകുന്ന തരത്തിലാണോ ഈ വരുന്നത് എന്ന ശ്രദ്ധയോടെ വേണം കേൾക്കാൻ. നിന്റെ നിത്യതയ്ക്ക് നീയും ജീസസും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് വിടവുണ്ടാകുന്നതാണോ ഈ പറയുന്നതെന്നുള്ളത് നീ ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. അതാണ് കേൾക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും അല്ലെങ്കിൽ ജാഗ്രതയുള്ളവരും, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും. നീ സംസാരിക്കുമ്പോൾ എടുത്തടിച്ചുള്ള സംസാര രീതി സ്റ്റോപ്പ് ചെയ്യ്. ദീർഘക്ഷമയുള്ളവൻ്റെ ക്യാരക്ടർ അതല്ല. അവർ പറയുന്നത് എന്താണെന്ന് നീ വ്യക്തമായി മനസ്സിലാക്കുക. എന്നിട്ട് തിരിച്ച് സംസാരിക്കുന്നതിൽ അതിൽ അർത്ഥമുണ്ടെങ്കിൽ അർത്ഥമായി നിൽക്ക്, ഇല്ലെങ്കിൽ വിട്ടുകളാ. അതാണ് തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. മന്ദബുദ്ധി, മത്സരബുദ്ധികളെ, വിട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഞാൻ പ്രാർത്ഥിക്കണോ? നിനക്ക് വേണ്ടി ഇനിയും ഞാൻ ഉപവാസം കൊടുക്കണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കളയുക. കോപിക്കുന്നതിൽ അതാണ് മോശ. മത്സരബുദ്ധി, വിട്ടികളെ, നിനക്ക് വേണ്ടി ഞാൻ ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണോ? ഇതാണ് മോശയുടെ ചോദ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മന്ദഗതി, കോപിഷ്ട കാര്യത്തിൽ, കോപമായി വരുന്ന എന്ത് കാര്യത്തിലും എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ വൈക്കേ
മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ഇത് ശ്രദ്ധിക്കണം. മോശ ഓർത്തു, ഞാൻ ഇവർക്കെതിരെ കോപിച്ചാൽ ദൈവം എൻ്റെ കൂടെ തന്നെ നിന്നോളും. ഞാൻ ഇവർക്കെതിരെ കോപിച്ചു. എന്താണ് കോപം? ദൈവത്തെ വിശ്വസിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ കോപിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയെ അത് മാറ്റത്തില്ല. ദൈവത്തിൻ്റെ നീതി അങ്ങനെ തന്നെ നിന്നു. നീ കോപിച്ചെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൽ മാറ്റം വരില്ല. അതാണ് മനുഷ്യൻ്റെ കോപം. മോശയുടെ കോപം കൊണ്ട് ദൈവത്തിൻ്റെ ക്യാരക്ടർ മാറിയോ? മാറിയില്ല. ദൈവത്തിൻ്റെ നീതി മാറിയോ? മാറിയില്ല. മാറിയോ? ഇല്ല, മാറിയില്ല. അതാണ് മനുഷ്യൻ്റെ കോപം കൊണ്ട് ദൈവത്തിൻ്റെ നീതി മാറുമെന്ന് കരുതരുത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കോപിക്കുന്ന കാര്യത്തിൽ നീ ഒന്ന് ശ്രദ്ധിക്കണം. സംസാരിക്കുന്ന കാര്യത്തിൽ നീ ഒന്ന് ശ്രദ്ധിക്കണം. നീ കേൾക്കുന്ന കാര്യത്തിൽ ജാഗ്രത വേണം. മറുപടി പറയുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. കോപമുള്ള കാര്യത്തിൽ നീ അടക്കം വെക്കണം. നീ കോപിച്ചെന്നതിനെ പ്രതി ദൈവം ഒരുപക്ഷെ നിന്റെ കൂടെ നിൽക്കത്തൊന്നുമില്ല. അതാണ് ദൈവനീതിയൊന്നും മാറത്തില്ല നിന്റെ കോപം എന്ന പ്രതി. ഇനി വൈകി, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങൾ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഒന്നുകൂടെ വായിച്ചേ, അതിന് സിസ്റ്റർ വായിച്ചേ. എന്തോന്ന് വായിച്ചേ? ആകയാൽ എല്ലാ അശുദ്ധിയും, സകല അശുദ്ധി, കോപം, തിന്മയായ വർത്തമാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച്, അവിടൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ, നിന്നിൽ പാകിയിരിക്കുന്നത് 100 മേനി ഫലം കൊയ്യേണ്ട വിത്താണ്. ആമേൻ. നിന്നിൽ പാകിയിരിക്കുന്നത് 30 മേനി ഫലം കൊയ്യേണ്ട വചനമാണ്. അതാണ് നിന്നിൽ പാകിയിരിക്കുന്നുണ്ട് ഒരു വചനം. അത് ആത്മാക്കളുടെ നാഥന് കണക്ക് കൊടുക്കാനെന്ന വിധത്തിൽ നീ കൈകാര്യം ചെയ്യണം. മോശയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്, മനുഷ്യരല്ല കൈകാര്യം ചെയ്യേണ്ടത്. ആത്മാക്കളുടെ നാഥൻ നിന്നോട് ചോദിക്കും. കാരണം വിതച്ചത് ആത്മാക്കളുടെ നാഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ദൈവത്തോട് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം? കേൾക്കുന്നതിൽ ജാഗ്രത വേണം, തിരിച്ച് മറുപടി പറയുന്നതിൽ ശ്രദ്ധ വേണം, കോപിക്കുന്നതിൽ മാന്ദ്യം വേണം. നമ്മുടെ കോപം കൊണ്ട് ദൈവത്തിന് നീതിയൊന്നും മാറത്തില്ല, നമുക്ക് കെണിയാകും. സ്തോത്രം. അതുകൊണ്ട് നമ്മളിൽ പാകിയിരിക്കുന്ന നല്ല വിത്ത്, നമ്മളിൽ പാകിയിരിക്കുന്ന ദൈവിക ക്യാരക്ടർ, അതിൻ്റെ ഫലം പുറപ്പെടുവിക്കട്ടെ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ, നിന്റെ